Today's topic is fundamental circuit matrix. It is another matrix representation of graphs. Circuit matrix നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സബ് മെട്രിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സ്. അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ സെറ്റ് ഓഫ് സർക്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് സർക്യൂട്ട്സിന് നമുക്ക് ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് പറയാം വിത്ത് റെസ്പെക്ട് ടു സം സ്പാനിങ് ട്രീ. അപ്പോൾ ഈ ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് അല്ലെ ബേസിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതിനെയായിരിക്കും നമ്മളെ ഗ്രാഫിലെ ഇൻഡിപെൻഡൻറ്റ് സർക്യൂട്ട്സ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ബാക്കിയുള്ള സർക്യൂട്ട്സിന് നമുക്ക് ഈ ബേസിക് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഈ ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ നേരത്തെ ഒരു തിയറം പറഞ്ഞിട്ടുണ്ട്, രണ്ട് സർക്യൂട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ബേസിക് ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിംഗ് സംസ് അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ള ഗ്രാഫിലെ സർക്യൂട്ട്സിനെല്ലാം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് ഓർ ബേസിക് സർക്യൂട്ട്സ് ആർ ദ ഓൺലി ഇൻഡിപെൻഡൻറ്റ് സർക്യൂട്ട്സ് ഇൻ ദ ഗ്രാഫ്. അപ്പോൾ ബാക്കിയുള്ള സർക്യൂട്ട്സിന് നമുക്ക് ഈ ഉള്ള ഫണ്ടമെന്റൽ സർക്യൂട്ട്സിൻ്റെ റിംഗ് സംസ് അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ വഴി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. റിംഗ് സം ഓപ്പറേഷൻ നമുക്കറിയാം, വെച്ചാൽ എഡ്ജസ് കോമൺ ആയിട്ടുള്ളത് നമ്മൾ ഒഴിവാക്കുന്നു, വെർട്ടീസുകളെ രണ്ടിടത്തിലുള്ളതെല്ലാം ആഡ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഉള്ള ഫണ്ടമെന്റൽ സർക്യൂട്ട്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലെങ്കിൽ റിംഗ് സം വഴി ബാക്കിയുള്ള സർക്യൂട്ട്സിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സർക്യൂട്ട് മെട്രിക്സിൽ നമ്മൾ ഫണ്ടമെന്റൽ സർക്യൂട്ട്സിൻ്റെ റോസിനെ മാത്രം കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള റോസിനെ നമ്മൾ ഒഴിവാക്കിയാലും നമ്മുടെ ഒരു ഇൻഫർമേഷൻ ലോസ് ആകുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഉള്ള റോസിൽ നിന്ന് ബാക്കിയുള്ള റോസിനെ റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി മനസ്സിലാവും. അതിൻ്റെ അകത്തൊരു സർക്യൂട്ട് മെട്രിക്സ് കാണിച്ചിരിക്കുന്നത് 4 സർക്യൂട്ട്സ് ആണുള്ളത്. 1 2 3 4 ABCDEFGH എന്ന് പറഞ്ഞ ഇത്രയും എഡ്ജസും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സർക്യൂട്ട് ഫസ്റ്റ് റോ, സെക്കൻഡ് സർക്യൂട്ട് സെക്കൻഡ് റോ, തേർഡ് സർക്യൂട്ട് തേർഡ് റോ ആൻഡ് ഫോർത്ത് സർക്യൂട്ട് ഫോർത്ത് റോ. ഈ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, തേർഡ് റോ പ്ലസ് സെക്കൻഡ് റോ, ഇതാണ് നമ്മുടെ സെക്കൻഡ് റോ, ഇതാണ് നമ്മുടെ തേർഡ് റോ. നമ്മൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ നോക്കും. ഇവിടെ 0 + 0 നമുക്ക് 0 കിട്ടി, 0 + 0 അഗെയിൻ 0, 1 + 0 1, 1 + 0 1, 1 + 0 1, 1 + 0 1. ഈ 1 + 1 ആകുമ്പോൾ എന്താവും 2 കിട്ടും. നമ്മൾ അഡീഷണൽ എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? ഓൺ മോഡ് 2 ബേസിസിലാണ്. അപ്പോൾ 1 + 1 2 കിട്ടി, 2 മോഡ് 2 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. 0 + 0 is 0. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്താ കിട്ടിയത്? 2ഉം 3യും കൂടി ആഡ് ചെയ്ത് മോഡ് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എന്താ കിട്ടിയത്? നമ്മളെ ഫോർത്ത് റോ കിട്ടും. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് ഈ ഫോർത്ത് റോയിനെ ഇതിനുള്ളിൽ കീപ്പ് ചെയ്തില്ലെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല, ഒരു ഇൻഫർമേഷൻ ലോസ് ആകും. ഈ 2 3 റോസിൽ നിന്ന് നമുക്ക് ഫോർത്ത് റോയിനെ ജനറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സർക്യൂട്ട് മെട്രിക്സിൽ നമ്മൾ കുറച്ച് റോസിനെ മാത്രം കീപ്പ് ചെയ്യുക, അതായത് ഫണ്ടമെന്റൽ സർക്യൂട്ട്സിൻ്റെ റോസിനെ മാത്രം കീപ്പ് ചെയ്ത് ബാക്കിയുള്ള റോസിനെ ഒഴിവാക്കിയാലും നമുക്ക് അവിടെ ഇൻഫർമേഷൻ ഒന്നും ലോസ് ആവുന്നില്ല. അപ്പോൾ റിമൈനിങ് റോസിനെ നമുക്ക് ഉള്ള ഫണ്ടമെന്റൽ സർക്യൂട്ട്സിൻ്റെ റോസിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടു, സെക്കൻഡ് റോയും തേർഡ് റോയും കമ്പൈൻ ചെയ്തപ്പോൾ കമ്പൈൻ അഡീഷൻ മോഡിൽ പ്രൂവ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോർത്ത് റോയിലെ എലിമെന്റ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സ് എന്താണെന്നുള്ളത്. ഇറ്റ് ഇസ് എ സബ് മെട്രിക്സ് ഓഫ് സർക്യൂട്ട് മെട്രിക്സ്. അപ്പോൾ സർക്യൂട്ട്സിന്റെ ഒരു സബ് മെട്രിക്സ് ആണ് ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സർക്യൂട്ടുകളും നമ്മുടെ സർക്യൂട്ട് മെട്രിക്സിൽ വരും, പക്ഷെ എല്ലാ സർക്യൂട്ടുകളും ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് അല്ല. അപ്പോൾ ഫണ്ടമെന്റൽ സർക്യൂട്ട്സിനെ മാത്രം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് മെട്രിക്സിന്റെ ഒരു സബ് മെട്രിക്സിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സ് അല്ലെങ്കിൽ BF ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ സർക്യൂട്ട് മെട്രിക്സ് പഠിച്ചപ്പോൾ അതിന് നമ്മൾ ഉപയോഗിച്ച നൊട്ടേഷൻ B ആയിരുന്നു. BF എന്ന് പറയുമ്പോൾ സർക്യൂട്ടിൽ തന്നെ ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് മാത്രമേ നിന്നാണ് BF നമ്മൾ നോട്ട് ചെയ്യുന്നത്. പറഞ്ഞാൽ ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സിൽ ഉണ്ടാവുന്നത് എല്ലാ സർക്യൂട്ട്സും കാണില്ല, ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് മാത്രമേ അതിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ട് മെട്രിക്സിന്റെ ഒരു സബ് മെട്രിക്സ് ആയിട്ടായിരിക്കും നമ്മളിവിടെ റെപ്രസെന്റേഷൻ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ സർക്യൂട്ട് മെട്രിക്സിൽ ഓരോ റോയും ഓരോ സർക്യൂട്ടിനെ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സ് ആകുമ്പോൾ ഫണ്ടമെന്റൽ സർക്യൂട്ട്സിന്റെ റോ മാത്രമേ നമ്മൾ കീപ്പ് ചെയ്യും, ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ ഒഴിവാക്കുന്നു. നമുക്കിവിടെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. E1 E2 E3 E4 E5 E6 E7 എഡ്ജസ് ഉള്ളൊരു ഗ്രാഫ്. നമ്മളൊരു സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് കൺസെപ്റ്റ് ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വെച്ച് പറയാൻ പറ്റുള്ളൂ? വിത്ത് റെസ്പെക്ട് ടു സം സ്പാനിങ് ട്രീ. ഫസ്റ്റ് നമ്മളൊരു സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്യണം. E1 E7 E4 E5, E1 E7 E4 E5. അപ്പോൾ ഈ സ്പാനിങ് ട്രീയിലുള്ള എഡ്ജസ് നമുക്ക് എന്താ പറയാം? ബ്രാഞ്ചസ്. ബ്രാഞ്ചസ് ആണ് E1 E7 E4 and E5. അപ്പോൾ കോഡ്സ് ഓഫ് ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാനിങ് ട്രീയിൽ ഇല്ലാത്ത ട്രീയിലുള്ള ബാക്കി എഡ്ജസ്. E2 ഇല്ല, E3 ഇല്ല, E6 ഇല്ല. അപ്പോൾ ഇത് മൂന്നാണ് നമ്മളുടെ കോഡ്സ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 3 കോഡ്സ് ഉണ്ട്, 4 ബ്രാഞ്ചസ് ഉണ്ട്. ഈ 3 കോഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും? 3 ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ കോഡും ഉപയോഗിച്ച് നമുക്ക് ഓരോ ഫണ്ടമെന്റൽ സർക്യൂട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സ് B. ഇതായിരുന്നു നമ്മുടെ ഗ്രാഫ്.
ഇനി ഇവിടെ നമ്മൾ നോക്കിയേ, ഇതിൻ്റെ അകത്ത് നമ്മുടെ റെപ്രസെൻറ്റേഷനിൽ 3 റോസ് ആണുള്ളത്. 3 റോയിൽ ഓരോ റോയും എന്തിനെ ഡിനോട്ട് ചെയ്യും? ഓരോ കോഡിനെയാണ് ഡിനോട്ട് ചെയ്യാം. E2, E3, E6 ഈ 3 ഓരോ കോഡ്സിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ ഫണ്ടമെന്റൽ സർക്യൂട്ട്സിന് ഓരോന്നിനെ റോ ഡിനോട്ട് ചെയ്യും. ഫസ്റ്റ് റോ ഫസ്റ്റ് ഫണ്ടമെന്റൽ സർക്യൂട്ട്, സെക്കൻഡ് റോ സെക്കൻഡ് ഫണ്ടമെന്റൽ സർക്യൂട്ട്, തേർഡ് റോ തേർഡ് ഫണ്ടമെന്റൽ സർക്യൂട്ട്. ഇനി ഓരോ ഫണ്ടമെന്റൽ സർക്യൂട്ടിൽ എഡ്ജസ് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ഒരു കോഡും ബാക്കിയുള്ളതെല്ലാം ബ്രാഞ്ചസും ആയിരിക്കും. അപ്പോൾ ഈ നോക്കി കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 3 കണ്ടോ, E2, E3 ആൻഡ് E6 അത് 3 നമ്മൾ ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന എഡ്ജസ്. അപ്പോൾ എഡ്ജസിന്റെ ഓർഡർ നമുക്കിവിടെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നമ്മളെ മെട്രിക്സിനെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സിനെ നമ്മൾ 2 പാർട്ടാക്കി സ്പ്ലിറ്റ് ചെയ്താണ് കാണിക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് അല്ല, പക്ഷെ നമ്മൾ 2 പോർഷന്റെ ഒരു യൂണിയൻ ആയിട്ടാണ് മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പോർഷൻ എന്താണെന്ന് നോക്കിയേ, E2, E3, E6 അത് 3 നമ്മുടെ കോഡ്സ് ആണ്. അപ്പോൾ ആദ്യം റെപ്രസെന്റ് ചെയ്യുന്ന 3 കോഡ്സ്. ഇനി ബാക്കി കാണുന്ന എന്തായിരിക്കും? ഇത് 4 നമ്മുടെ ബ്രാഞ്ചസ് ആണ്. E1, E4, E5 ആൻഡ് E7 ഇതാണ് നമ്മുടെ 4 ബ്രാഞ്ചസ്. ഇനി ഈ മെട്രിക്സിനുള്ളിലെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് റോ ഫസ്റ്റ് ഫണ്ടമെന്റൽ സർക്യൂട്ട്, സെക്കൻഡ് റോ സെക്കൻഡ് ഫണ്ടമെന്റൽ സർക്യൂട്ട്, തേർഡ് റോ തേർഡ് ഫണ്ടമെന്റൽ സർക്യൂട്ട്. അപ്പോൾ ഫസ്റ്റ് ഫണ്ടമെന്റൽ സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോഡ് E2. ഒരു കോഡും ബാക്കിയുള്ള ബ്രാഞ്ചസും ആണ് ഒരു ഫണ്ടമെന്റൽ സർക്യൂട്ടിൽ വരിക. അപ്പോൾ E2 എന്ന് പറഞ്ഞ കോഡ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി ബാക്കിയുള്ള ഉപയോഗിച്ചിരിക്കുന്ന ബ്രാഞ്ചസ് E1, E4 ആൻഡ് E7. ഇതിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും E2 എന്ന് പറഞ്ഞ ഇതാണ്, E1, E7, E4. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഫണ്ടമെന്റൽ സർക്യൂട്ട്. ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു ദിസ് ഈസ് E2, E1, E7 ആൻഡ് E4. ഇതിൽ E4ഉം E7ഉം E1ഉം എവിടെയുണ്ട്? സ്പാനിങ് ട്രീയിലുണ്ട്. സോ അതെല്ലാം ബ്രാഞ്ചസ് ആണ്. അപ്പോൾ ഈ 3 ബ്രാഞ്ചും ഒരു കോഡ് ദാറ്റ് ഈസ് E2. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് റോ. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് ഫണ്ടമെന്റൽ സർക്യൂട്ടിനെ ഡിനോട്ട് ചെയ്യും. അപ്പോൾ അത് E2 എന്ന് പറഞ്ഞ കോഡ് വഴി നമ്മൾ ജനറേറ്റ് ചെയ്ത ഫണ്ടമെന്റൽ സർക്യൂട്ടാണ് ഫസ്റ്റ് കാണിച്ചത്. ഇനി സെക്കൻഡ് റോയിൽ കാണുന്നത് കണ്ടോ, E3 മാത്രമേ വന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? E3 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്ത ഫണ്ടമെന്റൽ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചത്. ദാറ്റ് ഈസ് E3, E4, E7. അതായത് E3, ഇത് E4, ഇത് E7. ഇതിൽ 4ഉം 7ഉം നമ്മുടെ സ്പാനിങ് ട്രീയിലെ ബ്രാഞ്ചസ് ആണ്. E3 is a code. അപ്പോൾ ഒരു കോഡും ബാക്കി 2 ബ്രാഞ്ചസും. ഇനി തേർഡ് റോ ഡിനോട്ട് ചെയ്യുന്നത് തേർഡ് ഫണ്ടമെന്റൽ സർക്യൂട്ട്. അപ്പോൾ അതായത് കോഡ് ഉപയോഗിച്ചാണ് E6 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. So that is E6, E5 and E7. E6, E5 ആണ്, E5 and E7. അപ്പോൾ ഈ കാണിച്ചേക്കുന്നതാണ് തേർഡ് ഫണ്ടമെന്റൽ സർക്യൂട്ട്. അപ്പോൾ ദിസ് ഈസ് ദ ഫണ്ടമെന്റൽ സർക്യൂട്ട് മാട്രിക്സ്. അപ്പോൾ ഇതിനുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളംസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ കോഡ്സും ആയിരിക്കും. എത്ര കോഡ്സ് ഉണ്ടോ, 4 കോഡ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് 4 കോളം ആ 4 കോഡ്സിന് വേണ്ടി. ഇനി ബാക്കിയുള്ള എഡ്ജസ് അല്ലെങ്കിൽ ബ്രാഞ്ചസിനെ നമ്മൾ അതിനെ ഫോളോ ചെയ്ത് റെപ്രസെന്റ് ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് ഫസ്റ്റ് പോർഷൻ എന്താണ്? 1 0 0 0 1 1 0 1 0 0 0 1. ദിസ് ഈസ് എൻ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3. അപ്പോൾ 3 കോഡ്സ് ഉള്ളതുകൊണ്ട് ഒരു 3/3 ഐഡന്റിറ്റി മെട്രിക്സ് ആണ് നമ്മളിവിടെ ഫസ്റ്റ് പോർഷനിൽ വരുന്നത്. അപ്പോൾ എത്ര കോഡ്സ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഓർഡറുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും ഫസ്റ്റ് പോർഷനിൽ വരും. ഈ റിമൈൻഡർ പോർഷനിൽ ബാക്കിയുള്ള ബ്രാഞ്ചസ് ആയിട്ടുള്ള എഡ്ജസ് ഏതൊക്കെയാണോ ആ ഓരോ ബ്രാഞ്ചുകളിൽ ഏതെല്ലാം ഓരോ ഫണ്ടമെന്റൽ സർക്യൂട്ടിൽ വരുന്നു ആ കറസ്പോണ്ടിങ് പൊസിഷനിൽ നമ്മൾ 1 ആഡ് ചെയ്യും. ഇനി ഇതിനുള്ളിൽ നമ്മൾ റോസോ കോളംസോ ഒക്കെ പെർമ്യൂട്ട് ചെയ്താൽ ഈ മെട്രിക്സിൽ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇഫ് n is the number of vertices and e is the number of edges, then BF is an e minus n plus 1 by e matrix. അപ്പോൾ അതിൻ്റെ ഈ BF എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സിന്റെ ഡയമെൻഷനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര റോ എത്ര കോളംസ്. ഇപ്പോൾ റോ നമുക്കറിയാം, ഓരോ ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് എത്രയാണോ അത്രയും റോസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് എത്ര റോ ആയിരുന്നു? 1 2 3 3 റോ. അതായത് 3 ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. 3 ഫണ്ടമെന്റൽ സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? 3 കോഡ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്പർ ഓഫ് കോഡ്സ് എത്രയാണോ അത് തന്നെയായിരിക്കും നമ്മളുടെ ഫണ്ടമെന്റൽ സർക്യൂട്ട്സിന്റെ എണ്ണം. അപ്പോൾ 3 കോഡ്സ് ഉണ്ട്, 3 ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഫണ്ടമെന്റൽ സർക്യൂട്ട്സിന്റെ എണ്ണം എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് കോഡ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് ഈക്വൽ ടു e മൈനസ് n പ്ലസ് 1. റാങ്ക് ആൻഡ് നള്ളിറ്റി പറയുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ്. e മൈനസ് n പ്ലസ് 1 എന്ന് പറയുന്നതാണ് ഇറ്റ് ഇസ് ദ നള്ളിറ്റി ഓഫ് ദ ഗ്രാഫ്. ദാറ്റ് ഈസ് ഈക്വലന്റ് ടു നമ്പർ ഓഫ് കോഡ്സ് ആൻഡ് ദാറ്റ് ഈസ് അഗെയിൻ ഈക്വലന്റ് ടു ദ നമ്പർ ഓഫ് ഫണ്ടമെന്റൽ സർക്യൂട്ട്സ്. അപ്പോൾ ഈ മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര റോ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ? ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് ആണ്. അപ്പോൾ അത് നമുക്ക് എത്ര കോഡ്സിന്റെ അത്ര എണ്ണമാണ് ഉണ്ടാവുക. അതായത് e മൈനസ് n പ്ലസ് 1 ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് ഉണ്ട്. ഇനി ഇവിടെ എന്താ വരുന്നത്? കോളത്തിൽ വരുന്നതെല്ലാം എഡ്ജസ്. So the matrix എന്ന് പറഞ്ഞാൽ it is an e minus n plus 1 by e matrix because the number of fundamental circuits in a graph is e minus n plus 1. Each fundamental circuit being produced by one pole.
അപ്പോൾ ഒരു കോഡ് ഒരു ഫണ്ടമെന്റൽ സർക്യൂട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എത്ര പോർട്സ് ഉണ്ടോ അത്രയും ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിന്റെ കൗണ്ട് ക്യാൻ ബി വാല്യൂറ്റഡ് യൂസിങ് ദി ഇക്വേഷൻ ഇ മൈനസ് എൻ പ്ലസ് വൺ. ഇ മൈനസ് എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫിന്റെ നള്ളിറ്റി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. And that is equivalent to the number of ports, that is again equivalent to the number of fundamental circuits. So BF എന്ന മെട്രിക്സിന്റെ ഡയമെൻഷൻ E minus n plus 1 rows and E columns. ഇനി ആ മെട്രിക്സ് ഫോം റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. The columns in BF are arranged such that all the E minus n plus 1 ports correspond to the first E minus n plus 1 columns. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കോളംസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? ഫസ്റ്റ് 3 കോളംസ് ഏതായിരുന്നു? E മൈനസ് ഇവിടെ നമുക്ക് എഡ്ജസിന്റെ എണ്ണം E1 to E7 വരെ എഡ്ജസ് ആണുള്ളത്. വെർട്ടീസൽ ഓഫ് 1, 2, 3, 4, 5. So 5 vertices and 7 edges. So E minus n plus 1 എന്ന് പറയുമ്പോൾ എന്തായി? 7 minus 5 plus 1. That is 7 minus 5 is 2. 2 plus 1 equal to 3. So first 3 columns. അപ്പോൾ നമ്മളുടെ മെട്രിക്സിലെ കോളംസ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ all the E minus n plus 1 ports correspond to the first E minus n plus 1 columns. അപ്പോൾ E minus n plus 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ആണ്. അപ്പോൾ 3 കോഡ്സ് ആണ് ഉണ്ടായിരുന്നത് ഗ്രാഫിൽ. E2, E3, E6. ഈ 3 കോഡ്സ് എവിടെ വരും? ഉള്ള ഫസ്റ്റ് 3 കോളംസിൽ വരണം. അങ്ങനെയായിരിക്കും നമ്മൾ മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ കറസ്പോണ്ട് ടു ദ ഫസ്റ്റ് E minus n plus 1 കോളംസ്. അപ്പോൾ അത്രയാണ് ഫസ്റ്റ്. ഈ കേസിലാണെങ്കിൽ 3 കോളംസ്. ഇനി ബാക്കി റോസിന്റെ കാര്യത്തിലാണെങ്കിലോ ദ റോസ് ഇൻ BF ആർ അറേഞ്ച്ഡ് സച്ച് ദാറ്റ് ദ ഫസ്റ്റ് റോ കറസ്പോണ്ട്സ് ടു ദ ഫണ്ടമെന്റൽ സർക്യൂട്ട് മെയ്ഡ് ബൈ ദ കോഡ് ഇൻ ദ ഫസ്റ്റ് കോളം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് കോളം നോക്കുക. ഫസ്റ്റ് കോളത്തിൽ ഉപയോഗിച്ച കോഡ് ഏതാണോ E2. അപ്പോൾ E2 വഴി ജനറേറ്റഡ് ആവുന്ന ഫണ്ടമെന്റൽ സർക്യൂട്ട് ആയിരിക്കും നമ്മളുടെ ഫസ്റ്റ് റോയിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഏത് കോഡാണോ ഉപയോഗിച്ചത് ഈ കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടമെന്റൽ സർക്യൂട്ട് ആയിരിക്കണം ഫസ്റ്റ് റോയിൽ. ഇനി സെക്കൻഡ് റോയിൽ എന്ത് വരും? സെക്കൻഡ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടമെന്റൽ സർക്യൂട്ടാണ് സെക്കൻഡ് റോയിൽ വരും. അതുപോലെ തേർഡ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടമെന്റൽ സർക്യൂട്ടാണ് തേർഡ് റോയിൽ വരും. ദാറ്റ് ഈസ് the rows in BF are arranged such that the first row corresponds to the fundamental circuit made by the code in the first column. അപ്പോൾ ഫസ്റ്റ് കോളത്തിലുള്ള കോഡ് ഏതാണോ അത് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടമെന്റൽ സർക്യൂട്ട് ആയിരിക്കണം ഫസ്റ്റ് റോയിൽ വരുന്നത്. അതുപോലെ സെക്കൻഡ് റോ കറസ്പോണ്ട്സ് ടു ദ സെക്കൻഡ് വൺ ആൻഡ് സോ ഓൺ. അപ്പോൾ നമ്മുടെ മെട്രിക്സിനെ ജനറലൈസ് നമുക്ക് ഈ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. BF is equal to I mu അതിന്റെ ഫോളോ ചെയ്തിട്ട് BT. ഈ I mu എന്നുള്ള എന്തായിരിക്കും? ഇറ്റ് ഇസ് ആൻ ഐഡന്റിറ്റി മെട്രിക്സ്. ഈ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഓർഡർ ആണ് മ്യൂ എന്ന് പറയുന്നത്. മ്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നള്ളിറ്റി. നള്ളിറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മ്യൂ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യും. ഒരു മ്യൂ ഈസ് ഈക്വൽ ടു E minus n plus 1 എന്ന് പറഞ്ഞാൽ എത്ര കോഡ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് ഉണ്ട് ആ കൗണ്ട്, അത്രയും കൗണ്ട് ഉള്ള അല്ലെങ്കിൽ ആ ഓർഡർ ഉള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ്. നമ്മൾ ഈ എക്സാമ്പിളിൽ കണ്ടു നമുക്കിവിടെ 3 കോഡ്സ് ആയിരുന്നു. അതുകൊണ്ട് ഒരു 3x3 ഐഡന്റിറ്റി മെട്രിക്സ് ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് പോർഷൻ റിമൈനിങ് പോർഷൻ എന്താണ്? BT is a remaining submatrix that corresponds to the branches of the spanning tree. അപ്പോൾ ഫസ്റ്റ് I mu നമ്മൾ റെപ്രസെന്റ് ചെയ്ത 3 മെട്രിക്സ് എന്ന് വെച്ചാൽ 3 കോഡ്സ് ആയിരുന്നു. ഇനി ബാക്കിയുള്ള പോർഷൻ എന്താണ്? കോഡ്സ് അല്ലാണ്ട് ബാക്കി ബ്രാഞ്ചസ് ഉണ്ടാവുമല്ലോ. അതായത് ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷനാണ് BT കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ E1 to E7 വരെ എഡ്ജസും അതെല്ലാം സർക്യൂട്ടുകളിൽ വരുന്നുണ്ടെന്നുള്ളതിന്റെ 1 or 0 എന്നുള്ള വാല്യൂസ്. ദിസ് ഈസ് ഹൗ ദ ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സ് ഈസ് റെപ്രസെന്റഡ്. ഇനി ഈ BF-ന്റെ ഓർഡർ നമ്മൾ പറഞ്ഞു. BF is an E minus n plus 1 by E matrix. അപ്പോൾ E minus n plus 1 റോസും ഈ കോളംസും ആണ് അതിലുണ്ടായിരുന്നത്. E minus n plus 1 റോസ് വന്നാൽ അത്രയും കോഡ്സ് അല്ലെങ്കിൽ അത്രയും ഫണ്ടമെന്റൽ സർക്യൂട്ട്. അപ്പോൾ ഇത്രയും റോസും ഇത്രയും കോളംസും ആണല്ലോ. ഇനി E minus n plus 1ന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ E ആയിരിക്കും ആണല്ലോ. അപ്പോൾ ദിസ് വാല്യൂ ഇസ് ലെസ് ദാൻ E. ദാറ്റ് മീൻസ് റാങ്കിന്റെ വാല്യൂ എന്തായിരിക്കാം? മെട്രിക്സിന്റെ ഒരു മെട്രിക്സ് ഒരു R by C ഡയമെൻഷനിൽ ഒരു മെട്രിക്സ് ഉണ്ട്. ഈ റോയുടെ വാല്യൂ R റോസും C കോളംസും ഉള്ള ഒരു മെട്രിക്സ് ഉണ്ട്. ഇനി R ലെസ് ദാൻ C ആണെങ്കിൽ ഈ മെട്രിക്സിന്റെ മാക്സിമം റാങ്ക് ഇസ് ഈക്വൽ ടു R. നമ്മുടെ ചെറിയ വാല്യൂ ഏതാണോ അതായിരിക്കും. ആറും സിയും ഉണ്ട്, നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ്. ഇഫ് R ഇസ് ലെസ് ദാൻ C ആണെങ്കിൽ മാക്സിമം റാങ്ക് R ആയിരിക്കും. ഇപ്പം നമ്മളുടെ ഈ കേസിൽ മെട്രിക്സിന്റെ ഡയമെൻഷൻ E minus n plus 1 by E ആണ് മെട്രിക്സ്. ഇനി E minus n plus 1ന്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഇസ് ലെസ് ദാൻ E. അപ്പോൾ R ഇസ് ലെസ് ദാൻ C എന്ന് പറഞ്ഞാൽ എന്താ? റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് ഇസ് R. അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും നമ്മളുടെ, അല്ലെങ്കിൽ ചെറിയ വാല്യൂ എന്താണോ അതായിരിക്കും നമ്മളുടെ മെട്രിക്സിന്റെ റാങ്ക്. സോ റാങ്ക് ഓഫ് ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഇസ് ഈക്വൽ ടു E minus n plus 1. അപ്പോൾ BF എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തുടങ്ങുമ്പോഴേ പറഞ്ഞായിരുന്നു സർക്യൂട്ട് മെട്രിക്സിന്റെ ഒരു സബ് മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. So since BF is a submatrix of the circuit matrix, അപ്പോൾ ബിയുടെ റാങ്ക് എന്തായിരിക്കണം? ഈ സബിനേക്കാളും എന്തായാലും ഗ്രേറ്റർ ആയിരിക്കണമല്ലോ നമ്മുടെ B എന്ന് പറഞ്ഞ മെട്രിക്സ്.
ബി എഫ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് മെട്രിക്സ് ബിയുടെ ഒരു സബ് മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഓർഡർ, ഇതിന്റെ റാങ്ക് ഇ മൈനസ് എൻ പ്ലസ് 1 ആണ്. അപ്പോൾ നമ്മളുടെ ബി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ റാങ്ക് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 1. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ റാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബി എഫ് എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സിന്റെ റാങ്ക് ഓർഡർ കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് എ ഇ മൈനസ് എൻ പ്ലസ് 1 ബൈ ഇ മെട്രിക്സ്. ഇത്രയും റോസും ഇത്രയും കോളംസും ആണ് അതിലുള്ളത്. ഈ റോയുടെ വാല്യൂ, റോയുടെ കൗണ്ട് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് എഡ്ജസ്. അപ്പോൾ ആർ ലെസ് ദാൻ സി ആണെങ്കിൽ ഈ മെട്രിക്സിന്റെ റാങ്ക് എന്തായിരിക്കും? സ്മോളസ്റ്റ് വാല്യൂ ആർ ആയിരിക്കും. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സ് ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 1 ആയിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, നെക്സ്റ്റ് നമ്മൾ സർക്യൂട്ട് മെട്രിക്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബി എഫ് എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സിന്റെ തന്നെ ഒരു സബ് മെട്രിക്സ് ആണ്. എല്ലാ സർക്യൂട്ടുള്ളതാണ് സർക്യൂട്ട് മെട്രിക്സ്. അതിലെ ഫണ്ടമെന്റൽ സർക്യൂട്ട്സിനെ മാത്രം കൺസിഡർ ചെയ്യുന്നതാണ് നമ്മളെ ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സ്. അപ്പോൾ ബി എഫ് ഇസ് എ സബ് മെട്രിക്സ് ഓഫ് സർക്യൂട്ട് മെട്രിക്സ് ബി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ബിയുടെ റാങ്ക് എന്തായിരിക്കണം? ഈ സബിനേക്കാളും എന്തായാലും ഗ്രേറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 1. So that's all of fundamental circuit metrics.